YRF സ്പൈ യൂണിവേഴ്സിന്റെ അടുത്ത അപരാധം ആൽഫ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് പടം കാണാൻ കയറിയത്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. പടം കൊള്ളാം. YRFന്റെ സ്പൈ യൂണിവേഴ്സിൽ നിന്ന് ഇങ്ങനെയും ഒരു പടം കിട്ടൂ? ഞാൻ തന്നെ ഞെട്ടിപ്പോയി. സത്യം പറയാലോ, ഒരു കാട്ടപരാധം പടം പ്രതീക്ഷിച്ചാണ് ഞാൻ എന്ന പടത്തിന് കയറിയത്. പക്ഷേ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഞെട്ടിച്ചു കളഞ്ഞ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഇതിനു മുമ്പ് ഇറങ്ങിയ പടങ്ങൾ നിങ്ങൾക്ക് അറിയാം. വാർ 2, ടൈഗർ, പിന്നെ നമ്മുടെ പത്താൻ, പിന്നെ അതിന് മുമ്പ് ഇറങ്ങിയ വാർ അത്യാവശ്യം കൊള്ളായിരുന്നു. വാർ എനിക്ക് അന്നും ഇന്ന് എനിക്ക് സ്പൈ യൂണിവേഴ്സിൽ സ്റ്റിൽ ഈ ആൽഫ ഇറങ്ങുന്നത് വരെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പടം വാറായിരുന്നു. പക്ഷെ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ആൽഫയ്ക്ക് ശേഷമാണ് വാർ. പിന്നെ വാർ 2 എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. വാർ 2ന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മളെ ഹൃതിക് റോഷന്റെ ക്യാരക്ടർ കബീർ എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യാനാണ്, തിയേറ്ററിലൊക്കെ തേച്ചൊട്ടിച്ച് അപരാധം പിടിച്ചൊരു സാധനമായിരുന്നു വാർ 2. എങ്കിലും പടം കണ്ടു കളയാം എന്ന രീതിയിലാണ് ഞാൻ ആൽഫ കാണാൻ കയറിയത്. എന്ത് പറയാൻ, അടിപൊളി പടം എന്ന് പറഞ്ഞാൽ ബാക്കി ഇതുവരെ ഇറങ്ങിയ ഈ സ്പൈ യൂണിവേഴ്സ് YRF സ്പൈ യൂണിവേഴ്സിലെ പടങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് പ്രേക്ഷകർക്ക് ഈ പടം നൽകിയിരിക്കുന്നത്. ഇതിലെ ലീഡിങ് ക്യാരക്ടർ ആലിയ ഭട്ട്, അതായത് ഒരു ഫീമെയിൽ ഓറിയന്റഡ് മൂവിയാണ്, ആക്ഷൻ മൂവിയാണ്, സ്പൈ മൂവിയാണ്. എന്നാൽ ഈ മറ്റ് നമ്മൾ ഈ YRFിലെ ബാക്കി പടങ്ങളെല്ലാം കാണുമ്പോഴത്തേക്കിന്റെ ആക്ഷൻ എല്ലാം കുറച്ച് ഓവർ ദ ടോപ്പ് ആയിരുന്നു. ഓവർ ദ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മടുത്ത ഓവർ ദ ടോപ്പ് സാധനങ്ങളെ സത്യം പറയാലോ. പത്താനിലായിക്കോട്ടെ, ടൈഗറിലായിക്കോട്ടെ, വാർ 2-ലായിക്കോട്ടെ, നമുക്ക് മടുത്തു പോയ സാധനങ്ങളായിരുന്നു കാണിച്ചത്. ഒരു വാഗയ്ക്കും കൊള്ളാത്ത ഫൈറ്റ്, ഒരു എന്താ തറയിലൊന്നും നിൽക്കുന്നില്ല, ആ ലെവല് ഫൈറ്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതിലെ ഫൈറ്റ് എല്ലാം ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് ആണ്. കുറച്ചുകൂടെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഫൈറ്റുകളാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അത് തന്നെ പടത്തിന് എന്താ പറയുക, കൂടുതൽ പോസിറ്റീവായിട്ട് നിർത്തുന്ന മെയിൻ ഘടകം തന്നെ ഈ പടത്തിലെ ഫൈറ്റുകളാണ്. മെയിൻ ആയിട്ട് നമ്മളൊരു സ്പൈ പടമൊക്കെ കാണാൻ കയറുമ്പോൾ അതിൻ്റെ ആക്ഷൻ തന്നെയാണ് നമുക്ക് മെയിൻ ആയിട്ടും വേണ്ടത്. ആ ആക്ഷൻ ഒരു വൃത്തിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്, ആ വൃത്തിക്ക് ഡയറക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ആലിയ ഭട്ടിന്റെ കൂടെ അഭിനയിച്ചിരിക്കും. കൂടെ അഭിനയിച്ച എന്താ പറയുക, പേര് എനിക്ക് അറിയത്തില്ല. പക്ഷെ രണ്ടുപേരും എല്ലാവർക്കും കിട്ടിലും ആക്ഷൻ, കിട്ടിലും പെർഫോമൻസ് ആയിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. അത് ആലിയ ഭട്ടിന്റെ കൂടെ ഇരിക്കുന്ന അവർക്ക് നല്ല ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇമ്പോർട്ടൻസിനൊന്നും ഒരു കുറവുമില്ല. എല്ലാം അടിപൊളി ഇമ്പോർട്ടൻസിലാണ് പടം പോയേക്കുന്നത്. ഒരു അടിപൊളി പടം. പിന്നെ എന്താ, എനിക്ക് പടം എങ്ങും ഡൗൺ ആയിട്ട് എനിക്ക് തോന്നില്ല. തുടക്കം തൊട്ട് അവസാനം വരെ അതിന്റെ സ്ക്രീൻ പ്ലേ നല്ല സ്പീഡിന് പടപടപടാ അങ്ങ് പോകുന്നുണ്ട്. നമുക്ക് തുടക്കം തൊട്ട് അവസാനം വരെ എൻഗേജ് ആയിട്ട് നമ്മൾ കണ്ടിരിക്കാം. നമ്മൾ തുടക്കം ഒരു YRF സ്പൈ യൂണിവേഴ്സിലെ പടം എന്ന രീതിയിൽ നമ്മൾ കാണാൻ കയറിയാൽ പോലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതങ്ങ് മറക്കും. അതങ്ങ് മറന്ന് നമ്മളിരുന്ന് കാണുമ്പോഴത്തേക്ക് ഇത് സ്പൈ യൂണിവേഴ്സിലെ പടമാണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അവരൊരു ക്യാമിയോ എടുത്ത് ഇതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും, വേറെ ആരും നമ്മൾ ഹൃതിക് റോഷന്റെ കബീർ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ആ ഒരു സീനിലും ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രം നമുക്കിത് സ്പൈ യൂണിവേഴ്സിലെ പടം ആണെന്ന് നമുക്ക് ഉറപ്പിക്കും. എന്തിനായിരുന്നു എന്തോ ക്യാമിയോ. സത്യം പറഞ്ഞ ഈ ഫുൾ മൂവിയെ ഡൗൺ ആക്കുന്ന ഒരേ ഒരു സാധനം ക്യാമിയോ ആണെന്നേ ഞാൻ പറയുള്ളൂ. സത്യം പറയല, എനിക്ക് ഋതിക് റോഷന്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമുള്ള, ഋതിക് റോഷൻ എനിക്ക് ഇഷ്ടമുള്ള നടനാണ്. കബീർ എന്ന് പറയുന്ന ക്യാരക്ടറും കൊള്ളാം. പക്ഷെ ഈ പടത്തിലെ ക്യാമിയോ എന്തിനായിരുന്നാ എന്തോ, കാര്യമേ ഇല്ലായിരുന്നു. ഒരു വകയ്ക്കും കൊള്ളാത്തൊരു ക്യാമിയോ. ആ ക്യാമിയോ ഇല്ലെങ്കിൽ ഈ പടം ടോപ്പാണോ? എന്തിനാണ് പിന്നെ ആ ക്യാമിയോ ഇതിന്റെ അകത്ത് കൊണ്ടുവന്നത്? ഇപ്പൊ ഡയറക്ടറിനെ വിളിച്ച് നമുക്ക് പറയാനൊന്നും പറ്റൂല്ലോ ക്യാമിയോ എന്തിനു വെച്ചെന്ന് ചോദിച്ചിട്ടും കാര്യമൊന്നുമില്ല. കാണാം. പിന്നെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് രസം കൊല്ലിയായിട്ട് ക്യാമിയോ വരും. ഞാൻ എടുത്തു പറയണെന്ന് പറഞ്ഞാൽ ഋതിക് റോഷൻ ഫാൻസ് അല്ലെങ്കിൽ ഋതിക് റോഷൻ ആ ക്യാരക്ടറിന് ഇഷ്ടമുള്ള ഒരു ട്രെയിലറിൽ തന്നെ നമുക്ക് കബീർ എന്ന ക്യാരക്ടർ വരണം എന്നുള്ള ലീഡ് നമുക്ക് കിട്ടിയിരുന്നു. അപ്പൊ ആ ക്യാരക്ടറിന് വേണ്ടി, ആ ക്യാമിയോയുടെ ഹൈപ്പിന് വേണ്ടി ഈ പടത്തിന് കയറേണ്ട കാര്യമില്ല. നിങ്ങൾ ബാക്കി ഓവറോൾ പടത്തിന് വേണ്ടി കയറി ആ ക്യാമിയോ ക്യാരക്ടർ നിങ്ങൾ വിട്ടേര്. കാരണം ആ ക്യാരക്ടർ ബാക്കിയുള്ള സ്പൈ യൂണിവേഴ്സ് പടങ്ങളുടെ ഒരു ടെംപ്ലേറ്റ് തന്നെയാണ് ഇതിലും പിടിച്ചേക്കുന്നത്. അങ്ങനത്തെ ഒരു ഫൈറ്റ് കാര്യങ്ങളൊക്കെ തന്നെ പിടിച്ചേക്കുന്നത്. മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൈ യൂണിവേഴ്സിൽ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന അടിപൊളി പടമാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾ ആരും മിസ് ചെയ്യണ്ട. എല്ലാവരും അടുത്തുള്ള തിയേറ്ററിൽ പോയി തന്നെ മാക്സിമം ഈ പടം തിയേറ്ററിൽ തന്നെ കാണാൻ നോക്ക്. നല്ല അടിപൊളി പടം, എന്തായാലും നല്ല കിട്ടിലും പടമാണ്. ഓക്കെ, ശരി എന്നാ. പടം കണ്ടിട്ട് നിങ്ങൾ ഇതിന്റെ അഭിപ്രായം എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ശരി എന്നാ, ബൈ.